സീറോ മലബാർ സഭയുടെ അൽമായ സെക്രട്ടറി ശ്രീ ടോണി ചിറ്റിലപ്പള്ളി കൂടി ചേരുന്നുണ്ട്. വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് റാഫേൽ തട്ടിൽ പിതാവ് ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ തൃശ്ശൂരുകാരാണ്, നിങ്ങളുടെ നാട്ടുകാരനാണ്. എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തെ? തൃശ്ശൂർക്കാരെല്ലാവരും വളരെ ആഹ്ലാദത്തോടെയാണ് തട്ടിൽ പിതാവിൻ്റെ ഈ പുതിയ സ്ഥാനലബ്ധിയെ കാണുന്നത്. നമുക്കറിയാം, പിതാവ് പറഞ്ഞിരിക്കുന്നത് ഇത് സഭയിലെ പ്രതിസന്ധികൾ ഒരു പ്രതീക്ഷകളായിട്ടാണ് പിതാവ് പറയുന്നത്. പ്രതീക്ഷകൾ മാത്രമല്ല, ഒരു പ്രതിസന്ധികളെ ചക്രവാളങ്ങളായിട്ടാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും തൃശ്ശൂർ ടൗണിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമുക്കറിയാം, തൃശ്ശൂർ ടൗൺ എന്ന് പറയുന്നത് പല രീതിയിലുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമാണ് തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂരിൽ നമുക്കറിയാം 1950-60 കാലഘട്ടങ്ങളിൽ നിരവധി പ്രതിസന്ധികളിലൂടെയും നിരവധി ഹാർഡ്ഷിപ്പായിട്ടുള്ള സമയങ്ങളിലൂടെയും കടന്നു വന്ന ഒരാളാണ് തട്ടിൽ പിതാവ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സീറോ മലബാർ സഭയുടെ തലവൻ എന്ന് പറയുമ്പോൾ സീറോ മലബാർ സഭയുടെ പൗരസ്ത്യ പാരമ്പര്യമായിട്ടുള്ള ലിറ്റർജി ആരാധനാക്രമത്തിന്റെ സൂക്ഷിപ്പുകാരനാണ് മേജർ ആർച്ച് ബിഷപ്പ്. അപ്പോൾ ആ പദവിയുടെ മുഖ്യ സൂക്ഷിപ്പുകാരൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും അഭിമന്യ മാർ തട്ടിൽ പിതാവിന് എറണാകുളത്തെ ഈ ആരാധനാക്രമ പ്രതിസന്ധിയെ മറികടക്കുവാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഈ ഒരു പ്രതിസന്ധിയെ കാണുന്നത് ഒരു അവസരമായിട്ടാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരാൾക്ക്, അതായത് അദ്ദേഹത്തെ ശംഷാബാദ് രൂപത ഏൽപ്പിക്കുമ്പോൾ ഒന്നുമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് അദ്ദേഹത്തെ സഭ അയച്ചത്. അവിടെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സീറോ മലബാർ സഭയുടെ പാരമ്പര്യത്തെയും തനിമയെയും അവിടെ വളർത്തിക്കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇടയശ്രേഷ്ഠൻ എന്ന നിലയിൽ അവിടുന്ന് പേരെടുത്ത ശേഷമാണ് അദ്ദേഹം സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിട്ട്, ഇപ്പോൾ 4ാമത് ബിഷപ്പായിട്ട്, മേജർ ആർച്ച് ബിഷപ്പായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും എനിക്ക് സൂചിപ്പിച്ചു, വലിയ പ്രതിസന്ധി, കുട്ടിക്കാലം മുതൽ പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന മനുഷ്യൻ. അതായത് പ്രതിസന്ധികളായിരിക്കും അദ്ദേഹത്തെ കരുത്തനാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ സഭയിലെ ഇപ്പോഴത്തെ പ്രതിസന്ധികളൊക്കെ അതിജീവിക്കാൻ, മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണല്ലേ കരുതുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ പിതാവിനെ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ അമ്മ, എന്റെ വ്യക്തിപരമായിട്ട് എനിക്കറിയാം, അവർ തൃശ്ശൂരിന്റെ മദർ തെരേസ എന്നാണ് അറിയപ്പെടുന്നത്. ആ ഒരു ചെറിയ വീട്ടിൽ നൂറുകണക്കിന് അന്യരായിട്ടുള്ള കുട്ടികളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവരെ വളർത്തി വലുതാക്കി പുറത്തേക്ക് അയച്ച ഒരു പാരമ്പര്യമുള്ള വീടാണ് തൃശ്ശൂർ എരിഞ്ഞേരി തട്ടിൽ വീട്. അപ്പോൾ ഇന്ന് അവിടെയുള്ള വലിയ പണക്കാരായിട്ടുള്ള വ്യക്തികൾ ഈ അമ്മയുടെ കയ്യിൽ നിന്ന് ചോറും അവിടെ നിന്ന് താമസവും പണവുമെല്ലാം പറ്റി ജീവിച്ച ആൾക്കാരാണ്. അപ്പോൾ അതുപോലൊരു ഹാർഡ്ഷിപ്പിലൂടെ വളർന്നു വന്ന അദ്ദേഹത്തിന് എറണാകുളത്തൊരു ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും എറണാകുളം അതിരൂപതയിൽ ഈ കുർബാനക്രമം നടപ്പിലാക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ഒരു ഇടയശ്രേഷ്ഠനായിട്ടാണ് എനിക്ക് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാനാകുക. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പ്രതീക്ഷകൾക്കൊപ്പം നിന്നുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തീർച്ചയായിട്ടും ഈ ഒരു കുർബാനക്രമം അദ്ദേഹം നടപ്പിലാക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.